അമ്മേ, വൈദുവേട്ട. അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് വൈകി വിളിച്ചു. മോളെ, സുഖമാണോ അമ്മയുടെ കുട്ടിക്ക്? അവളുടെ മുടിയിൽ വാത്സല്യത്തോട് തഴുകിക്കൊണ്ട് ദേവകി ചോദിക്കവേ അവൾ നിറമിഴികൾക്കിടയിലും ചെറുതായി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരോട് തലയാട്ടി. ഏട്ടാ. വൈക വിളിക്കവേ ശിവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്ന വൈദു കണ്ണുവിടർത്തി അവളെ നോക്കി. വൈക. കുഞ്ഞുകുട്ടികളെ പോലെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് അവൻ അവളുടെ കവിളിൽ ഒന്ന് തൊട്ടുപോയിരുന്നു. അടുത്ത നിമിഷം അവൾ അവനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു. ശിവൻ നോക്കി കാണുമായിരുന്നു തൻ്റെ ബേബി ഡോളിനെ. വൈകമോളെ, കരയാതെ. ജാനകി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവർക്കെല്ലാവരെയും ശിവൻ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ശേഷം അവർക്കായി അകത്ത് തന്നെ ഒരു വശത്ത് ഇരിപ്പിടം നൽകി. അമ്മയെയും വൈദുവിനെയും കണ്ട സന്തോഷത്തിൽ നിന്ന് വൈക ശിവനെ ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ഇത്രയും നേരമായിട്ടും തന്നെ ശ്രദ്ധിക്കാതെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിൽക്കുന്ന വൈകയോട് ചെറിയ രീതിയിൽ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു ശിവന്. ശരത്തെ, ഞാൻ കാണുന്നതാണോ നീ കാണുന്നത്? വന്നപാടെ ഫുഡ് കഴിക്കാൻ ഓടിയ ശരത്തും സ്നേഹയും തിരികെ വന്നതും ശിവനോടൊപ്പം നിൽക്കുന്ന വൈകിയെ കണ്ട് സ്നേഹ ചോദിച്ചു. അത് വൈകിയല്ലടി. അവനും വായും പൊളിച്ച് സ്നേഹയെ നോക്കി. അപ്പോഴേക്കും എല്ലാം കണ്ടിരുന്ന പ്രസ്സുകാർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിരുന്നു. ഒപ്പം അവരുടെ ക്യാമറ കണ്ണുകളെല്ലാം ഒപ്പിയെടുക്കാനും. സർ, 1 ക്വസ്റ്റ്യൻ. സർ, ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതും ശിവനെ വൈകിയുടെയും ഒപ്പം എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീണ്ടു. സർ, വെറും സിമ്പതിയുടെ പുറത്താണ് താങ്കളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മാത്രമായിരുന്ന ഈ കുട്ടിയെ, ഒരു ഗതിയുമില്ലാത്ത ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ കാരണം? അതും സ്വന്തം വീട്ടുകാരെ പോലും അറിയിക്കാതെ. അയാളുടെ ചോദ്യം കേട്ടതും ശ്രേയ പുച്ഛച്ചിരിയോടെ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു. സ്റ്റേജിൽ നിന്ന് എല്ലാവരുടെയും മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. വൈക ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്കാണ്. അവളുടെ തല താഴ്ന്നു പോകുമെന്ന് തോന്നിയതും സാഹചര്യത്തിൽ ശിവന്റെ കൈകൾ അവളുടെ കൈക്കുള്ളിൽ അമർന്നു. അവൾ തല ഉയർത്തി അവനെ നോക്കി. അവന്റെ ശ്രദ്ധ ചോദ്യം ഉന്നയിച്ച ആളിലാണ്. ഹേയ്, മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ. നന്ദൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. കൂൾ സർ, ഞാൻ സംസാരിക്കുന്നത് ശിവൻ സാറിനോടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ സാറിന്റെ ഭാര്യയെ പറ്റിയല്ല. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. ഹലോ മിസ്റ്റർ ശരവണൻ. അയാളുടെ ശ്രദ്ധ നന്ദനിലാണെന്ന് കണ്ട ശിവൻ അവന് മുന്നിൽ വിരൽ ഞൊടിച്ചു. അയാൾ തിരിഞ്ഞു അവന്റെ മുഖത്തേക്ക് നോക്കി. ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് വാസ് നോട്ട് യെസ്റ്റർഡേ. ശിവന്റെ ശാന്തമായ പെരുമാറ്റത്തിൽ എല്ലാവരും അവനെ മെഴിച്ചു നോക്കി നിന്നു. വൈകരുദ്ര, എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആകുന്നതിന് മുൻപ് എനിക്കിവളെ അറിയാം. വൈകയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവൻ പറയവേ വൈക അവൻ്റെ മുഖത്തേക്ക് നോക്കി. പലപ്പോഴായി എൻ്റെ കാറിന് മുന്നിൽ വട്ടം ചാടിയിരുന്നവൾ. ഒരിക്കൽ എൻ്റെ കാറ് ദേഹത്ത് മുട്ടിയെന്നും പറഞ്ഞ് എന്നോട് വഴക്കിട്ട് തിടുക്കത്തിൽ ഓടിപ്പോയ പെണ്ണ്. ഒടുവിൽ എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി അന്വേഷിച്ച് വന്നപ്പോൾ അവിടെ വെച്ച് അതും എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി എൻ്റെ ഡാഡി ഇവളെ നിയമിക്കുമ്പോൾ എനിക്കിവളോട് ദേഷ്യമായിരുന്നു. തീരാത്ത പകയായിരുന്നു. ഒടുവിൽ എംപ്ലോയീസിൻ്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചതിന് അതിനായി അവൾക്കൊരു പണി കൊടുക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ സഹിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തീരുമാനം വളരെ പെട്ടെന്നായതിനാൽ അവൾ പോലും ചിന്തിക്കും മുന്നേ ഞാൻ അവളെ അങ്ങ് കെട്ടി. ഇപ്പോൾ എൻ്റെ കെട്ടിയോളാണ്. എന്തേ, ഇയാൾക്ക് വല്ല നഷ്ടവുമുണ്ടോ? പുച്ഛത്തോടെ ശിവൻ ചോദിക്കവേ അയാൾ ദേഷ്യത്തോടെ വൈകിയെ ഒന്ന് നോക്കി ചെയറിലേക്കിരുന്നു. നന്ദൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അയാളെ നോക്കി. അയാൾ പുച്ഛത്തിൽ മുഖം തിരിച്ചു. നന്ദ, അവൻ പോകുന്നതിന് മുൻപ് എനിക്ക് അവനെ ഒറ്റയ്ക്കൊന്ന് കാണണം. ദേഷ്യത്തോടെ ശിവൻ ശബ്ദം താഴ്ത്തി നന്ദനോട് പറയവേ അവൻ തലയാട്ടിയിരുന്നു. സർ, ഇനിയൊരിക്കൽ കൂടി വിവാഹം കഴിക്കാമോ? പെട്ടെന്നൊരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചതും ശിവൻ കണ്ണുമിഴിച്ച് അവളെ നോക്കി. ശേഷം ഒളി കണ്ടിട്ട് വൈകിയും ഇപ്പോൾ പൊട്ടുമെന്ന രീതിയിൽ കവിൾ വീർപ്പിച്ച് കെട്ടി നിൽക്കുവാണ് പെണ്ണ്. അയ്യോ, ഐ മീൻ നിങ്ങൾ പരസ്പരം ഒരിക്കൽ കൂടി വിവാഹം കഴിക്കുമോ എന്ന് പെട്ടെന്ന് വൈകിയുടെ ഭാവം കണ്ടവൾ തിരുത്തി പറഞ്ഞുപോയി. ആലോചിക്കാം. വൈകിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവൻ ചിരിയോടെ മറുപടി നൽകി. അപ്പോഴും വൈക ആ കുട്ടിയെ കൂർപ്പിച്ച് നോക്കുവായിരുന്നു. പിന്നെയും പലരും പല ചോദ്യങ്ങളും ചോദിച്ചു അവരോട്. അതിനൊക്കെ പുഞ്ചിരിയോടെ വൈകിയെ ചേർത്ത് പിടിച്ച് തന്നെ മറുപടി നൽകി ശിവൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ച് പോകാം. മൈക്കിലൂടെ അനൗൺസ് ചെയ്തതും എല്ലാവരും ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന കോർണറിലേക്ക് പോയി. എല്ലാവരും കഴിക്കാൻ പോയത് നന്ദനും കണ്ണനും അല്പം മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. വൈകയോടൊപ്പം നിന്ന് ശിവനൊരു കോള് വന്നതും അവനത് അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. വൈക അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് എടുത്തൊരു വശത്തേക്കും. വൈക, പെട്ടെന്ന് ഋഷിയുടെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടെന്ന് വൈക തിരിഞ്ഞു നോക്കി. കൺഗ്രാറ്റ്സ്. പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവൾ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. എന്തായാലും നിന്നെ ഇത്രയും കാലം വെച്ചോണ്ടിരുന്നവൻ തന്നെ നിന്നെ കെട്ടി. എന്തായാലും നന്നായി.
ഇല്ലെങ്കിൽ അവൻ്റെ വെഴുപ്പ് ഞാൻ ചുമക്കേണ്ടി വന്നേനെ. പുച്ഛത്തോടെ ഋഷി പറയവേ ദേഷ്യത്തിൽ അവളുടെ ഉള്ളം കൈ അവൻ്റെ കവളിൽ ആഞ്ഞു പതിച്ചിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. ഡീ അലവണ്ട, അനാവശ്യം പറഞ്ഞാലേ ഇനിയും താൻ മേടിക്കും. ഇപ്പോൾ ഇറങ്ങി പൊക്കോണം ഈ മുറ്റത്തുനിന്ന്. തന്നെ പോലൊരാളെ കല്യാണം കഴിച്ചിരുന്നിൽ എനിക്ക് നാണക്കേടായേനെ. ഇതുവരെയും ആരോടും ദേഷ്യപ്പെടാത്ത വൈകിയിൽ നിന്ന് മാറ്റം സൂക്ഷ്മമായി വീക്ഷിക്കുകയായിരുന്നു ദേവകി. അതിന് കാരണക്കാരനായവനെ ഓർക്കവേ അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നാണക്കേട് നിനക്കല്ലടി, എനിക്കാ. കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് അവന്റെ കൂടെ കിടന്ന് നിന്നെ കെട്ടിയിരുന്ന് നാണക്കേട് എനിക്കാ ഉണ്ടാവുക. അല്പം ഉച്ചത്തിൽ ഋഷി പറഞ്ഞതും ഒരു കാരണം കിട്ടാൻ കാത്തുനിന്ന ശ്രേയ അവളുടെ അടുത്തേക്ക് ചെന്നു. ഓഹോ, അപ്പോ ഇവനോടൊപ്പം ആയിരുന്നല്ലേ നീ? എന്നിട്ടാണ് കുടുംബത്തിൽ പിറന്ന ആമ്പിള്ളേരെ കയ്യും കണ്ണും കാട്ടി മയക്കെടുത്തത് അല്ലേടി ഉരുമ്പൊട്ടവളെ. ശ്രേയമായി വന്നതൊക്കെ അവളെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ദേഷ്യത്തിൽ അവരെ നോക്കി നിന്നു. ശ്രേയ, സ്റ്റോപ്പ് ഇറ്റ്, വൈകാലറി. എന്തിന്? കേൾക്കട്ടെടി, എല്ലാവരും കേൾക്കട്ടെ നിന്റെ സ്വഭാവ ഗുണം, എല്ലാവരും അറിയട്ടെ. ഛേ, നീ ഇത്രയ്ക്ക് ചീപ്പായിരുന്നോടി? നിനക്ക് എങ്ങനെ തോന്നി ഈ കുടുംബത്തിലുള്ളവരെ ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ നാണം കെടുത്താൻ? എരുതിയിൽ എണ്ണൊഴിക്കാൻ എന്ന പോലെ ശ്രേയ പറഞ്ഞതും തൊട്ടടുത്ത നിമിഷം പുറത്തുനിന്ന് ശിവനും നന്ദനും കണ്ണനും അവിടേക്ക് കയറി വന്നിരുന്നു. ശിവൻ നെഞ്ചത്ത് കൈ പിണച്ചു കെട്ടി അവൾ പറയുന്നത് കേട്ടു നിന്നു. പക്ഷെ തിരിഞ്ഞു നിന്ന് ശ്രേയ അവൻ വന്നത് കണ്ടിരുന്നില്ല. ശിവേട്ടനെ പോലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാന്റെ ഭാര്യയാവുക എന്നത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നിട്ടും അങ്ങേരെ ചതിച്ചുകൊണ്ട് അങ്ങേരുടെ താലി കഴുത്തിലണിയാൻ നിനക്കെങ്ങനെ തോന്നി? പുച്ഛം തോന്നുന്നു വൈക. ശ്രേയ അത്രയും പറഞ്ഞു തിരിഞ്ഞതും കണ്ടു നെഞ്ചത്ത് കൈ പിണച്ചു കെട്ടി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ശിവനെയാണ്. അവനെ അവിടെ പ്രതീക്ഷിക്കാത്ത ശ്രേയ പകച്ചുകൊണ്ട് അവനെ നോക്കി പിന്നോട്ട് നീങ്ങി. ശ്രേയയുടെ പെരുമാറ്റം കണ്ട് അത്ര നേരം തലകുനിച്ചു നിന്ന വൈക തല ഉയർത്തി നോക്കി. ദേഷ്യത്തോടെ നിൽക്കുന്ന ശിവൻ അവനെ കണ്ടതും ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തോ അറിയാതെ പുറത്തേക്ക് വന്നുപോയി. വിതുമ്പിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വൈക. ശിവേട്ടാ. ഓടിച്ചെന്ന് അവനെ ചുറ്റിപ്പിടിച്ച് കരയുന്നവളെ അവൻ ചേർത്ത് പിടിച്ചു. അപ്പോഴും കണ്ണുകളിൽ ജ്വലിക്കുന്ന അഗ്നി ശ്രേയക്ക് നേരെ നീട്ടിക്കൊണ്ടിരുന്നു അവൻ. വൈക, മതി, നിർത്ത്. ഇവൾ പറയുന്നത് കേട്ട് നീ എന്തിനു സങ്കടപ്പെടണം? അതിന് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു? അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി കണ്ണുനീർ തുടയ്ക്കുന്നതിനിടെ ശിവൻ ചോദിച്ചു. വൈകയില്ലെന്ന് തലയാട്ടി പോയിരുന്നു. പിന്നെ എന്തിനാ നീ കരയുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയരുതെന്ന്. അതെനിക്ക് ഇഷ്ടമല്ലെന്ന്. കണ്ണു തുറക്കടി. തൻ്റെ മുന്നിൽ നിന്നും വീണ്ടും വിതുമ്പുന്ന വൈകയോട് ദേഷ്യത്തിൽ തന്നെ ശിവൻ അലറിപ്പോയിരുന്നു. ഏട്ടത്തി, ഇവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞാൽ അതിവർ പറയുന്ന സത്യമാണെന്നുള്ളത് പോലെ ആവില്ലേ? കരയാതെ ഞങ്ങളൊക്കെ ഇല്ലേ? കണ്ണൻ അവളുടെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് പറയവേ അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചെറുതായെന്ന് പുഞ്ചിരിച്ചിരുന്നു അവനോട്. ശ്രേയ, പലതവണ ഞാൻ നിനക്ക് വാണിംഗ് തന്നതാണ്. എൻ്റെ പെണ്ണിന് നേരെ നിന്റെ നാവും കൈയും ഉയരരുതെന്ന്. എന്നിട്ട് നീ കേൾക്കില്ല അല്ലടി പന്ന മോളെ. ദേഷ്യത്തിൽ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ശിവൻ അലറി. ഡോ, ക്യാമറ ഓഫ് ചെയ്യടോ. ഇതെല്ലാം ക്യാമറയിൽ പകർത്തിയ ശരവണ് നേരെ ചീറിക്കൊണ്ട് നന്ദൻ പറഞ്ഞു. അവൻ്റെ ഭാവം കണ്ട് പുച്ഛത്തോടെ അയാൾ വീണ്ടും ഓരോന്ന് ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ഡോ അലറിക്കൊണ്ടൊരൊറ്റ ചവിട്ടായിരുന്നു നന്ദൻ അവൻ്റെ നെഞ്ചു നോക്കി. ദേ പൂണ് അവൻ്റെ ക്യാമറയും കോപ്പുമെല്ലാം. അവൻ്റെ ഒരു ക്യാമറ. കലപ്പിൽ നന്ദൻ നിലത്ത് വീണ അയാളുടെ ക്യാമറ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് തറയിൽ വീണു തവിട് പൊടിയായി. അല്ല പിന്നെ എന്നോട് അവൻ്റെ കളി. ശിവ, എൻ്റെ കുഞ്ഞിനെ വിട്. ശ്രേയയുടെ ഡാഡി ശിവന്റെ കയ്യിൽ കിടന്നു പിടയുന്ന ശ്രേയയെ മോചിപ്പിക്കാൻ വേണ്ടി അവനെ പിന്നോട്ട് തള്ളാൻ ശ്രമിച്ചു. ഏതോ കുപ്പത്തൊട്ടയിൽ കിടന്ന് ഈ പെണ്ണിനെ പറ്റി എൻ്റെ മോള് പറഞ്ഞതിനാണോ നീ അവളെ കൊല്ലാൻ നോക്കുന്നത് ശിവ? നാത്തുന്നത് കണ്ടില്ലെന്നുണ്ടോ? നിങ്ങളൊക്കെ കൂടി ഒത്തിരി മോഹിപ്പിച്ചതല്ലേ എൻ്റെ കുഞ്ഞിനെ ഈ ശിവനെ കൊണ്ട് കെട്ടിക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ടിപ്പോൾ എവിടുന്ന ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ പെണ്ണിന് വേണ്ടിയാണ് എൻ്റെ മോളെ ഇവൻ വേദനിപ്പിക്കുന്നത്. അത് നാത്തൂൻ മറന്നു. നിർത്ത്. ശ്രേയയുടെ മമ്മി പറഞ്ഞു തീരും മുന്നേ ശിവൻ ടേബിളിലിരുന്ന ഗ്ലാസ് എടുത്ത് ഭിത്തിയിലേക്ക് ശക്തിയിൽ എറിഞ്ഞുടച്ചു. അത് ചിതറി തെറിച്ചു വീണു. മിണ്ടിപ്പോകരുത് നിങ്ങൾ. ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഈ നിൽക്കുന്ന മോൾക്ക് ജീവിതം കൊടുത്തോളാമെന്നും കെട്ടിക്കൂടെ പൊറപ്പിക്കാമെന്നും. പറഞ്ഞിരുന്നു? ഞാനിവിടെ നിൽക്കുന്ന ആരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്ന്? പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മകളെ മോഹിപ്പിച്ചു എന്ന് പറഞ്ഞത്? എൻ്റെ അമ്മ പറഞ്ഞതിൽ എനിക്കൊരു പങ്കുമില്ല. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോടി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്? പെരുമാറിയിട്ടുണ്ടോ അങ്ങനെ? ശ്രേയക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ക്രോധത്തോടെ ശിവൻ അലറി. അവൾ പേടിയോടെ ഇല്ലെന്ന് തലയാട്ടി. ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങിക്കോണ ഇവിടുന്ന്. ഇനി നിങ്ങളുമായിട്ടുള്ള അഗ്നിരുദ്രയിലുള്ളവർക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച ഒരാളെയും
ഇനി കോമ്പൗണ്ടിൽ അകത്ത് കാലു കുത്തി പോകരുത്. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. ശിവൻ അലറിയതും ശ്രേയയുടെ കയ്യും പിടിച്ച് അവളുടെ ഡാഡിയും അമ്മയും പുറത്തേക്ക് നടന്നു. അതുവരെ എല്ലാം കണ്ട് ഒരു വശത്ത് ഒതുങ്ങി നിന്ന് ഋഷി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൻ്റെ പുറത്തൊരു പിടി വീണു. അവൻ തിരിഞ്ഞു നോക്കിയത് മുഖം നോക്കി ഒരൊറ്റ പഞ്ചായിരുന്നു ശിവൻ. പെട്ടെന്നായതിന് അവൻ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണു. പൊന്ന മോനെ, ആരോട് ചോദിച്ചിട്ടാണ് നിന്റെ പുഴുത്ത നാക്കെൻ്റെ പെണ്ണിന് നേരെ ഉയർത്തിയത്? നീ കണ്ടിരുന്ന പഴയ വൈകയല്ല അവളിന്ന് എൻ്റെ ഭാര്യയാണ്, എൻ്റെ ജീവനാണ്. അത് ഓർമ്മ വേണം അവളോട് എന്ത് പറയുമ്പോഴും. അങ്ങനെയുള്ള എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച നിന്നെ കൊന്നു കളയാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇപ്പോൾ നീ ഞാൻ തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. നന്ദ. ശിവൻ വിളിച്ചതും നന്ദനും കണ്ണനും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ കണ്ണുകൊണ്ട് എന്തോ കാണിച്ചതും കണ്ണൻ അഗ്നിരുദ്രയ്ക്ക് ഒരു വശത്തേക്ക് ഓടി. അല്പം കഴിഞ്ഞതും കണ്ണൻ കയ്യിൽ 3 ഹോക്കി സ്റ്റിക്കുമായി വന്നു. ഋഷി മിഴിച്ചു നോക്കിയതും ശിവൻ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ഒരൊറ്റ അടിയായിരുന്നു അവൻ്റെ തലക്കിട്ട് തന്നെ. ഋഷിയുടെ അലർച്ച അവിടെ മാകെ മുഴങ്ങിക്കേട്ടു. പേടിയോടെ ചെവിയിൽ പൊത്തിപ്പിടിച്ച് കണ്ണടച്ച് നിന്ന് വൈകിയെ ജാനകി ചേർത്ത് പിടിച്ചു. ജാനകി, നീ മോളെ അകത്തേക്ക് കൊണ്ടുപോ. നിങ്ങളും പൊക്കോളൂ, ഇവിടെ ആരും നിൽക്കണ്ട. ദേവികയെ നോക്കി ജാനകിയോടായി പറഞ്ഞു ശ്രീനി. മോനെ, അവനെ വെറുതെ വിടരുത്. ശിവന്റെ അടുത്തേക്ക് പോകാൻ നിന്ന് ശ്രീനിയോടായി മുത്തശ്ശി പറഞ്ഞു. അയാളൊന്ന് മൂളി പുറത്തേക്ക് നടന്നു. പിന്നാലെ ശ്രീനിഷും. കിഷോർ. അല്പം കഴിഞ്ഞ് ശിവന്റെ അലർച്ച കേട്ട് കിഷോർ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്ത് സർ? ഗേറ്റ് അടച്ചു കൂട്ട്. ഇവനെ എടുത്ത് പുറത്തേക്കിട്ടേര്. ഒരൊറ്റൊരാളും ഈ വീടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകരുത്. ശിവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ഹോക്കി സ്റ്റിക്ക് ഒരു വശത്തേക്ക് എറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. പിന്നാലെ നന്ദനും കണ്ണനും. കിഷോർ മറ്റൊരാളുടെ സഹായത്തോടെ ഋഷിയെ തൂക്കിയെടുത്തു കൊണ്ടുപോയി പുറത്ത് കിടന്ന അവൻ്റെ ബൈക്കിൻ്റെ അടുത്തായി നിലത്തിട്ടു. ശേഷം അകത്തേക്ക് കയറി. ഇതിപ്പോൾ കുറച്ചായാലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട്. വഴിയെ പോയൊരാൾ നിലത്ത് ബോധം കെട്ട് കിടക്കുന്ന ഋഷിയെ കണ്ട് കൂടെയുള്ള ആളോട് പറഞ്ഞു. ഇവനെന്തെങ്കിലും ഒപ്പിച്ചു കാണും. അഗ്നിരുദ്രയല്ലേ, ഇതൊക്കെ നടന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സ്നേഹിച്ചാൽ വാരിക്കോരി കൊടുക്കും, ദ്രോഹിച്ചാൽ പിന്നെ അവൻ്റെ കാര്യം പോക്ക. അതാണല്ലോ അവരുടെ പോളിസി. മറ്റേയാളെ പറഞ്ഞതും കൂടിയുള്ള ആളുടെ കണ്ണുകൾ അഗ്നിരുദ്രയുടെ ഗേറ്റിലേക്ക് നീങ്ങിപ്പോയിരുന്നു. അവിടെ ഗോൾഡൻ നിറത്തിൽ വെച്ചിരുന്ന നെയിം പ്ലേറ്റിലേക്ക് അയാളുടെ കണ്ണുകൾ ഉടക്കി. അഗ്നിരുദ്ര ദ ഹെവൻ. അയാൾ പതിയെ ഉച്ചരിച്ചുകൊണ്ട് നടന്നു നീങ്ങിയിരുന്നു. ശിവൻ നേരെ ചെന്നത് പ്രസ്കാരുടെ മുന്നിലേക്കായിരുന്നു. പലരും അവൻ്റെ ഭാവം കണ്ട് പേടിയോടെ പിന്നിലേക്ക് നീങ്ങി നിന്നു. ഇനി എന്താണ്? ഫ്രണ്ട്സ്, എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചല്ലോ അല്ലേ? അറിയേണ്ടതെല്ലാം അറിഞ്ഞല്ലോ. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങൾ ആരും ഒന്നും കണ്ടിട്ടില്ല, ആർക്കും ഒന്നും അറിയില്ല. അതല്ലേ നല്ലത്? ശിവന്റെ ചോദ്യത്തിൽ എല്ലാവരും പരസ്പരം നോക്കിപ്പോയി. എന്താ സംശയമുണ്ടോ? അങ്ങനെയായിരിക്കണം പുറത്തു പറയാൻ, മനസ്സിലായല്ലോ. പിന്നെ പോകും മുൻപ് എല്ലാവരും എടുത്ത വിഷ്വൽസ് എനിക്കൊന്ന് കാണണം. ചെയറിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നു കൊണ്ട് ശിവൻ പറയവേ പലരും പതറിപ്പോയി. അപ്പോൾ തുടങ്ങാം അല്ലേ? ഫസ്റ്റ് അരവിന്ദ് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ശിവൻ പറഞ്ഞതും അരവിന്ദ് തൻ്റെ ക്യാമറ വിഷ്വൽസ് അവന് കാട്ടിക്കൊടുത്തു. അങ്ങനെ ഏകദേശം എല്ലാവരും എടുത്ത വിഷ്വൽസ് കണ്ട് ശിവൻ അടുത്തതായി ശരണിനെ വിളിച്ചു. അതിനെൻ്റെ ക്യാമറ ഇയാൾ നശിപ്പിച്ചില്ലേ? പിന്നെ ഞാനിങ്ങനെ കാണിക്കും വിഷ്വൽസ്? പുച്ഛത്തോടെ അയാൾ ചോദിച്ചതും ശിവൻ ചെയറിൽ നിന്നും എഴുന്നേറ്റു. ഡോ ശരവണ, ആ നിൽക്കുന്നതേ എൻ്റെ ഇരട്ട സഹോദരനാണ്. ശ്രാവൺ ശ്രീനിവാസൻ എന്നാണ് പേര്. അല്ലാതെ അവൻ ഇവൻ ഇയാൾ എന്നൊക്കെ വിളിച്ചാലേ നീ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകൂ. പിന്നെ ഇവിടെ നടന്നതെല്ലാം മറ്റാരുടെ കയ്യിലില്ലെങ്കിലും നിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. എന്തെങ്കിലും നാളെ പത്രത്തിലോ ചാനലിലോ വന്ന നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഞാനൊരു വരവങ്ങ വരും, പറഞ്ഞേക്കാം. ഓർത്തു വെച്ചോ നീ, മനസ്സിലായോടോ? അവൻ്റെ ഷർട്ടിൻ്റെ കോളലിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ശിവൻ അലറി. മോനെ ശിവ. അകത്തേക്ക് കയറിയതും ജാനകി വിളിച്ചു. എന്താ അമ്മ? അല്പം ഗൗരവത്തോടെ ചോദിച്ചു ശിവൻ. മോനെ വൈകമോള്. എന്താ അമ്മ? നീ ദേഷ്യപ്പെടല്ലേ അതിനോട്. ഇപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായിട്ടുണ്ട് മോൾക്ക്. നീ കൂടി ചൂടായ അത് താങ്ങൂല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ നിനക്ക്? നെഞ്ചത്ത് കൈ പിണച്ച് കെട്ടി തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനെ നോക്കി ജാനകി ചോദിച്ചു പോയി. അതിനിപ്പോൾ എന്താ വേണ്ടെന്നേ? ഞാനിപ്പോൾ അവളോട് ദേഷ്യപ്പെടാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. ആ അതെ, ശ്രമിക്കാം. ഒരു ഉഴപ്പൻ മട്ടിൽ ശിവൻ പറഞ്ഞു. ശ്രമിച്ചാൽ പോരാ, ചെയ്യണം, ജാനകി വീണ്ടും പറഞ്ഞു. ജാനകി തറപ്പിച്ച് പറഞ്ഞതും അവനൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു മുകളിലേക്ക് കയറിപ്പോയി. ഇങ്ങനൊരു ചെക്കൻ. പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അല്ലേ മോൻ. സ്വയം പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് നടന്നു പോയിരുന്നു.
ശിവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവളെ കണ്ടില്ല. തൊട്ടടുത്ത മുറിയിൽ വൈദുവിൻ്റെ ഒച്ച കേട്ടവൻ അവിടേക്ക് ചെന്നു. വൈഗയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവളുടെ മൂക്കിൽ പിടിച്ച് വലിക്കുകയായിരുന്നു ചെക്കൻ. അടുത്തായി തന്നെ ദേവിക ഇരിപ്പുണ്ട്. പക്ഷേ മറ്റെന്തോ ചിന്തയിലാണ്. ശിവൻ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. ഇതാണ് അവളുടെ ലോകം. ഇതായിരുന്നു അവളുടെ ലോകം. ഇത് മാത്രമാണ്. ആ ഏട്ടനും അമ്മയും ഒപ്പം ഇല്ലെങ്കിൽ അവളുടെ മുഖത്തെ പുഞ്ചിരിയും കണ്ണുകളിലെ തിളക്കവും കാണാനാവില്ല. എൻ്റെ വീട്ടുകാരോടും അങ്ങനെ തന്നെ. അവരോട് സംസാരിക്കുമ്പോൾ അവളിൽ വീഴുന്ന പുഞ്ചിരി, ആ സന്തോഷം താൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. എന്നാൽ തൻ്റെ അടുത്തുള്ളപ്പോൾ അവളിൽ ഭയമാണ് താൻ കണ്ടിട്ടുള്ളത്. എന്തി എന്നോട് മാത്രം അങ്ങനെ? അവൻ അസൂയയോടെ അവളെ തന്നെ നോക്കി നിന്നുപോയി. പെട്ടെന്ന് ഓർത്ത പോലെ അവൻ മുറിയിലേക്ക് നടന്നു. ശേഷം ടേബിളിലിരുന്ന ഫോൺ എടുത്ത് ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. മോളെ വൈക, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ദേവികയുടെ മുഖവുര കേട്ടവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ അമ്മ? ചോദിക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? വൈദുവിൻ്റെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് വൈക പറഞ്ഞു. മോൾക്ക് ശരിക്കും ശിവനെ ഇഷ്ടമാണോ? നീ ഈ ജീവിതത്തിൽ സന്തുഷ്ടയാണോ? പെട്ടെന്ന് അമ്മയുടെ ചോദ്യം കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പറ. അതമ്മ, എനിക്കറിയില്ല. ശിവേട്ടനെ ഞാൻ... പെട്ടെന്ന് അവളിൽ നിന്ന് വെപ്രാളത്തോടെയുള്ള ശിവേട്ടൻ എന്ന് കേട്ടതും അമ്മ പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിന്റെ മനസ്സിൽ ഋഷിയുണ്ടോ ഇപ്പോഴും? ഇല്ലമ്മ, ഒരിക്കലും ഇല്ല. എനിക്ക് അയാളോട് വെറുപ്പാണ്. അയാൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുമമ്മ. അല്ലാതെ അയാൾ എൻ്റെ മനസ്സിലില്ല. അയാളെയാണല്ലോ ഞാൻ സ്നേഹിച്ചതും കാത്തിരുന്നതും എന്നോർക്കുമ്പോൾ, എൻ്റെ കഴുത്തിൽ അപ്രതീക്ഷിതമായ ശിവേട്ടൻ താലി ചാർത്തുമ്പോൾ എനിക്ക് ആ മനുഷ്യനോട് ദേഷ്യമായിരുന്നു. എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന ചിന്തയായിരുന്നു. പക്ഷേ ഋഷിയേട്ടനെ പോലെ ഇതുവരെ എന്നെ മറ്റൊരാളുടെ മുന്നിലും വാക്കുകൊണ്ട് കുത്തി നോവിച്ചിട്ടില്ല. പൊതിഞ്ഞ് പിടിച്ചിട്ടേ ഉള്ളൂ ശിവേട്ടൻ. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമ്മ. എനിക്ക് കുറച്ച് സമയം വേണം എല്ലാത്തിനും. വൈക പറയവേ ദേവകി അവളുടെ മുടിയിൽ പതിയെ തഴുകി. എല്ലാം ശരിയാവും അമ്മയുടെ കുട്ടി, സങ്കടപ്പെടേണ്ട കേട്ടോ. നെറ്റിയിൽ മുത്തി ദേവകി പറയവേ അവൾ അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞു. രാത്രി ഏറെ നേരം അമ്മയോടൊപ്പം വൈദുവിനോടൊപ്പം ഇരുന്ന ശേഷമാണ് വൈക കിടക്കാൻ മുറിയിലേക്ക് പോയത്. എല്ലാവരുടെയും നിർബന്ധപ്രകാരം ദേവിയും വൈദവും തിരികെ പോയിരുന്നില്ല. വൈക ചെല്ലുമ്പോൾ കണ്ടു സൈഡിൽ തലയ്ക്ക് പിന്നിൽ കൈവച്ച് സീലിങ്ങിലേക്ക് നോക്കി ആലോചനയിലാണ് ശിവൻ. അവൾ അല്പനേരം അവനെ തന്നെ നോക്കി നിന്നു. ശിവൻ തലചരിച്ചു നോക്കിയതും കണ്ടു തന്നെ കണ്ണിയും ചിമ്മാതെ നോക്കി നിൽക്കുന്നവളെ. അത് കണ്ടതും അതുവരെയുള്ള കുഞ്ഞി പരിഭവമെല്ലാം അലിഞ്ഞില്ലാതായിരുന്നു അവനിൽ. അവനൊരു കള്ളച്ചിരിയോടെ എഴുന്നേറ്റ് തന്നെ നോക്കി. മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുന്നവളെ കയ്യിൽ പിടിച്ചു വലിച്ച് ദേഹത്തേക്കിട്ടു. പെട്ടെന്നുള്ള ശിവന്റെ പ്രവൃത്തിയിൽ ഞെട്ടി വൈക അവൻ്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി. എന്താടി നോക്കുന്നേ? എന്നെ കണ്ടിട്ടില്ല നീ? കുറേ നേരമായല്ലോ എൻ്റെ ചോരയൂറ്റാൻ തുടങ്ങിയിട്ട്. ഞാൻ നിന്റെ കെട്ടിയോനാണടി. ഇങ്ങനെ നോക്കിയാ ഞാൻ ചത്തുപോകുമേ. അത് ഓർമ്മ വേണം നിനക്ക്. അവളെ നോക്കി കണ്ണു ചിമ്മി പറയുന്നവരെ അവൾ കണ്ണു കൂർപ്പിച്ചു നോക്കി. അവനൊരു ചിരിയോടെ അവളുമായൊന്ന് തിരിഞ്ഞ് അവളെ അടിയിലാക്കി അവളുടെ മേലെ വന്നു തന്നെ മിഴിച്ചു നോക്കുന്നവളെ അവൻ ആഞ്ഞു പുണർന്നു പോയിരുന്നു. ഒരു ഞെട്ടലോടെ വൈക അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു. ശിവൻ അടുത്തുള്ളപ്പോൾ ഒരു സുരക്ഷിതത്വം അവളിൽ നിറഞ്ഞിരുന്നു. അതിൻ്റെ പ്രതിഫലനം പോലെ അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. എന്താടി? പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടതും ദേഷ്യത്തോടെ അവളെ നോക്കി. പെട്ടെന്ന് അവൾ അവൻ്റെ വാപ്പൊത്തി. അവൻ അവളെ കൂർപ്പിച്ചു നോക്കിയതും അവൾ പറഞ്ഞു തുടങ്ങി. ശിവേട്ട, ഇത് സന്തോഷം കൊണ്ടാ. ഇന്നത്തെ ദിവസം ഇത്രയും സന്തോഷം എനിക്ക് തന്നില്ലേ ഏട്ടൻ? ഞാനേറെ ആഗ്രഹിച്ചിരുന്നു ഇന്നത്തെ ഫംഗ്ഷനിൽ അമ്മയും വൈദുവേട്ടനും വേണമെന്ന്. അത് ഞാൻ പോലും അറിയാതെ സാധിച്ചു തന്നില്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നില്ലേ? അത് മതി എനിക്ക്. അതൊക്കെ ഓർത്തപ്പോൾ സന്തോഷം കൊണ്ടാ. എനിക്കറിയില്ല സത്യം. എൻ്റെ ശിവേട്ടനാണേ സത്യം. അത്രയും പറഞ്ഞുകൊണ്ടവൾ അവളുടെ കൈമാറ്റി. നീ എൻ്റെ ജീവനാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും നിനക്കറിയില്ലേ ബേബി ഡോൾ? ഞാൻ പറയില്ല, ഒന്നും ചിലപ്പോൾ പ്രകടിപ്പിക്കില്ല. പക്ഷെ നീയെല്ലാം മനസ്സിലാക്കണം. എന്നെ വിട്ട് നീ പോകാതിരിക്കാനാ ഞാൻ അന്ന് നിന്റെ സമ്മതം പോലും ചോദിക്കാതെ ഈ കഴുത്തിൽ താലി കെട്ടിയത്. അല്ലാതെ... അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പറയുന്നവനെ അവൾ നിറഞ്ഞ മനസ്സാലെ ഇരു കൈകൊണ്ടും ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് എൻ്റെയാണെന്ന് പറയാതെ പറയും പോലെ. വൈക, എനിക്കറിയാം നിനക്കെന്നെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന്. അതിന് നിനക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ എന്ന് ഞാൻ പറയുമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ തരില്ല. കാരണം ഞാൻ അങ്ങനെയാണ്.
അവൾ അവൻ്റെ മുഖം പിടിച്ച് ഉയർത്തി നോക്കി. അവനൊരു കള്ളച്ചിരിയോട് അവളുടെ കവിളിൽ ചുണ്ടമർത്തി. അവളിൽ നേർത്തൊരു പുഞ്ചിരി മിന്നി മാഞ്ഞത് അവൻ കണ്ടിരുന്നു. അവനൊരു ചിരിയോടെ അവളിൽ നിന്നും മാറി ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ തൂക്കിയെടുത്ത് നെഞ്ചിലേക്ക് കിടത്തി. അവൾ ഒരു ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. ഈ സമയം ശ്രേയ, മോളെ വിടും മമ്മി, എന്നെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി അവളെ കൊല്ലാനുള്ള കലിയുണ്ട് എനിക്ക്. ഒരവസരം കിട്ടിയാൽ ഞാൻ അതും ചെയ്യും. മോളെ, മമ്മി പറയുന്നത് കേൾക്ക്. മോള് എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. അതിന് നമുക്കൊരവസരം വരും. പിന്നെ അവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നില്ലേ ഈ പ്രശ്നത്തിന് തുടക്കമിട്ടവൻ? ഏതാവൻ? അവനെ നമുക്ക് ആവശ്യം വരും. മോൾക്ക് ഓർമ്മയില്ലേ? മോൾ കണ്ടിരുന്നോ? അവനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ഒത്താലെ നമുക്ക് അവനെ ഒപ്പം നിർത്താം. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ. ശ്രേയ പുച്ഛച്ചിരിയോടെ പറഞ്ഞതും മമ്മിയും ഒപ്പം ചേർന്നു. നാളെ എന്തെന്നറിയാതെ വൈകക്കെതിരെ ഓരോ പദ്ധതികൾക്ക് തുടക്കമിടുകയായിരുന്നു അവൾ. ഡാ ഋഷി, മതിയടാ. എന്താടാ ഇതൊക്കെ? ഇതുവരെ ഇല്ലാത്ത ശീലം നിനക്കിപ്പോൾ തുടങ്ങിയടാ. ബിയർ ബോട്ടിൽ തുടർച്ചയായി വായിലേക്ക് കമഴ്ത്തുന്ന ഋഷിയെ മഹേഷ് നോക്കി. മഹി അവൻ്റെ കൊളീഗ് കലിപ്പിലാണ് ചോദിക്കുന്നേ. അവനില്ലേ ആ ശിവൻ എന്ന് പറയുന്നവൻ, ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണിനെ മറ്റവൻ, അവനെന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തല്ലിയടാ. എനിക്ക് സഹിക്കുന്നില്ല. ആ ശിവനെ ഞാനുണ്ടല്ലോ, എൻ്റെ വൈകിയെ കാണാൻ ഞാൻ ചെല്ലരുതെന്ന് പറഞ്ഞനോ പൊന്ന മോന്. എന്ത് അവകാശമാണ് എന്നേക്കാൾ അവളിൽ? ദേഷ്യത്തിൽ ബിയർ ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ഋഷി അലറി. അതിന് അവളിന്ന് നിന്റെ പഴയ വൈകിയല്ല ഋഷി, അത് നിനക്ക് ഓർമ്മ വേണം. നീ പറഞ്ഞ ആ പൊന്ന മോൻ്റെ ഭാര്യയാണ്. നീ ഒന്ന് മനസ്സിലാക്ക്. മഹി അവൻ്റെ കയ്യിൽ നിന്ന് ബിയർ ബോട്ടിൽ പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു. നോ, ഇല്ല മഹി, അവൾ എൻ്റെയാ. അല്ലാതെ അവൻ്റെയല്ല. അവൾ എന്നും ഈ ഋഷിയുടെയാ. ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല അവളെ. എനിക്ക് വേണം. ഋഷി, ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ ഈ ഭ്രാന്ത്? മഹി അലറിയതും ഋഷി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ചെയറിലേക്കിരുന്നു. ഡാ, ഞാൻ പറയുന്നത് കേൾക്ക്. എന്തായാലും ഇപ്പം നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് അവൾക്ക് നിന്നോട് വെറുപ്പുണ്ടായിട്ടുണ്ടാകും. നീ വീണ്ടും അവളുടെ പിന്നാലെ ചെന്ന ശിവൻ നിന്നെ തല്ലും. അങ്ങനെ വെറുപ്പും തല്ലും വഴക്കുമായി തീർക്കേണ്ടതാണോ നിന്റെ ഈ ജീവിതം? എണീറ്റ് പോടാ. ഋഷി ചിറഞ്ഞെന്ന് നോക്കി പറഞ്ഞതും മഹി ഒറ്റൊരു ഓട്ടമായിരുന്നു അകത്തേക്ക്.